ഇന്ന് നമ്മൾ സുറിയാനി ഭാഷയെക്കുറിച്ചും ആ ഭാഷയിൽ നിലനിൽക്കുന്ന ദൈവാരാധന ക്രമത്തെക്കുറിച്ചുമുള്ള ഏതാനും ചില ചെറിയ കാര്യങ്ങളാണ് കേൾക്കാൻ പോകുന്നത്. ഞാൻ പ്രധാനമായിട്ടും ഈസ്റ്റ് സിറിയക്ക്, ഹൃദയ സുറിയാനി എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഭാഷാ വിഭാഗത്തെക്കുറിച്ചാണ് ഇപ്പം സംസാരിക്കുന്നത്. പൊതുവിൽ ക്രിസ്ത്യൻ അരമൈക് എന്നാണ് നമ്മളുടെ ഈ ഈസ്റ്റ് സിറിയക്ക് അറിയപ്പെടുന്നത്. അരമായ ഭാഷ ഈശോയുടെ കാലത്ത് ഈശോയും വിശുദ്ധ ശ്ലീഹന്മാരും പരിശുദ്ധ അമ്മയും എല്ലാം ഉപയോഗിച്ചിരുന്ന ഭാഷയാണ്. അരമായ ഭാഷയ്ക്ക് ക്രിസ്ത്യൻ അല്ലാത്ത മുഖങ്ങളുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈശോയുടെ വരവിന് മുമ്പ് തന്നെ നിലവിലുണ്ടായിരുന്ന ഭാഷയാണ് അത്. കച്ചവടത്തിന്റെ ഭാഷയാണ്, മറ്റ് സംസ്കാരങ്ങളുടെ ഭാഷയാണ്. എന്നാൽ ഈശോയുടെ കാലം മുതൽ ഈശോയോട് കൂടി ക്രിസ്ത്യൻ അരമൈക്ക് എന്നുള്ള വലിയൊരു വിഭാഗം രൂപപ്പെട്ടു. അതിനോട് ചേർന്നാണ് ക്രൈസ്തവ സഭയിലെ ആരാധനക്രമങ്ങളും ദൈവശാസ്ത്രങ്ങളും എല്ലാം പ്രധാനമായിട്ടും വികസിച്ച് വളർന്നു വലുതായത്. ഈ ഈസ്റ്റ് സിറിയക്കിന്, അല്ലെങ്കിൽ ഹൃദയ സുറിയാനി എന്ന് നമ്മൾ പറയുന്ന ഭാഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. വളരെ പ്രാചീന സ്വഭാവം പുലർത്തുന്ന ഒരു ഭാഷയാണ്. ശാസ്ത്രജ്ഞനായ സോബെൻസിസ് ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആദ്യ ഭാഷ ഹൃദയ സുറിയാനി ഭാഷയാണ്. ഈ ഭാഷയിലാണ് ദൈവം നമ്മുടെ ആദിപിതാവായ ആദത്തിനോട് സംസാരിച്ചിരുന്നത്. ഇത് ശാസ്ത്രജ്ഞന്റെ വാക്കുകളാണ്. അതൊരു ദൈവികമായ ഭാഷയാണ്, ദൈവിക വെളിപാടിന്റെ ഭാഷയാണ്. ചരിത്രപരമായിട്ട് വലിയൊരു സമ്പത്ത് കാത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഭാഷയാണ് അരമായ ഭാഷ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ അരമൈക്ക് എന്ന് പറയുന്നത്. ഈ ഭാഷയുടെ ശാസ്ത്രീയമായ പഠനത്തിലേക്കൊന്നും ഞാൻ ഇപ്പോൾ ഇന്ന് കടക്കുന്നില്ല. ഇത് വളർന്ന് വികസിച്ച വലിയൊരു കേന്ദ്രമാണ് ദേശ നിസിബിസ്. അതിനെ ചുറ്റിപ്പറ്റി വളർന്ന സഭാപിതാക്കന്മാര്, അവിടെ രൂപം കൊണ്ട ദൈവാരാധനാ ക്രമങ്ങൾ, 5, 6, 7 നൂറ്റാണ്ടുകളിൽ വന്ന വലിയ പണ്ഡിതന്മാര്, അതെല്ലാം അതിന്റെ സുവർണ കാലഘട്ടത്തോട് ബന്ധപ്പെട്ടതാണ്. അത് മറ്റൊരു വലിയ പഠനത്തിന്റെ ഏരിയ ആണ്. സഭാപിതാക്കന്മാരുടെ ലിറ്ററേച്ചർ, മെട്രോളജി, പാട്രിസ്റ്റിക്സ് എന്നൊക്കെ പറയുന്നതെല്ലാം ഇന്നും ഈ സിറിയക് പെട്രോളജി വലിയൊരു ഖജനാവിന്റെ സമ്പത്തുമായിട്ടാണ് നിൽക്കുന്നത്. നാം ഇന്ന് പ്രധാനമായിട്ടും കാണുന്നത് ഭാരതത്തിലെ തോമാസ് ലീഹായുടെ പ്രവേശനം മുതൽ നമ്മൾ കാത്തു സൂക്ഷിച്ച രണ്ടാമത്തെ സുനോദോസിന്റെ പ്രാദേശികവൽക്കരണം എന്നുള്ള ആ ഒരു സഭാ സിദ്ധാന്തം നമ്മൾ സ്വീകരിക്കുന്നിടം വരെ നമ്മൾ കാത്തു സൂക്ഷിച്ച ഭാഷ ഈസ്റ്റ് സിറിയക്കായിരുന്നു. അതിന് വലിയ ഒരാവേശം നമ്മളുടെ ഈ കേരളക്കരയിൽ എക്കാലത്തും ഉണ്ടായിരുന്നു. വളരെ എളുപ്പത്തിൽ നമ്മൾ പറഞ്ഞാൽ, ഈശോ പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ നാരേറ്റീവ്സ് നമ്മൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളത് പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയുടെ വാക്കുകളിലേക്കും ഈശോയുടെ കാലഘട്ടത്തിലേക്കും നമ്മൾ പോവുകയാണ്. വളരെ എളുപ്പത്തിൽ 2000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യത്തെ ടച്ച് ചെയ്യാൻ ഉള്ള മാർഗമാണ് ഈ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന. അതാണ് നമ്മളുടെ ആരാധനകർമ്മങ്ങളുടെ പ്രത്യേകത. പ്രത്യേകിച്ച് സുറിയാനി ഭാഷ ആരാധനാ ഭാഷയായിട്ട് കാത്തു സൂക്ഷിച്ചിരുന്ന നമ്മളുടെ ഭാരതത്തിലെ നസ്രാണികളുടെ തനിമ. എനിക്കിതേക്കുറിച്ച് 1-2 മൗലികമായ കാര്യങ്ങൾ പറയാനുള്ളത്.
1960-കളിൽ ഞങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ സുറിയാനിയുടെ പ്രാധാന്യം കുറഞ്ഞ് കൗൺസിൽ കഴിയുമ്പോൾ പ്രാദേശിക ഭാഷകളിൽ ആരാധനാക്രമങ്ങൾ വരും എന്നുള്ള മുന്നറിയിപ്പുണ്ടായിരുന്നു. അങ്ങനെ അത് വരികയും ചെയ്തു. അങ്ങനെ സുറിയാനിയുടെ പ്രാധാന്യം കുറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഞങ്ങളുടെയൊക്കെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം. എങ്കിലും ആ കാലഘട്ടത്തിലൊക്കെ അച്ഛന്മാര് സുറിയാനിയിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും മറ്റു തിരുക്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നതെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കാനുള്ള ഭാഗ്യം ലഭിച്ചിരുന്നു. നമ്മുടെ സുറിയാനി ഭാഷ ഭാരതത്തിലെ സംസാര ഭാഷയല്ലായിരുന്നു, ലിറ്റർജിക്കൽ ലാംഗ്വേജ് ആയിരുന്നു. അതുകൊണ്ട് വളരെ സാധാരണക്കാർക്ക്, വിദ്യാഭ്യാസമുള്ളവർക്കാണെങ്കിൽ പോലും ഈ ഭാഷ സംസാരിക്കാൻ അത്ര എളുപ്പമല്ലായിരുന്നു. എങ്കിലും നമ്മൾ അന്നുണ്ടായിരുന്നൊരു സംസ്കാരം, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുട്ടിക്കാലം, സ്കൂളുകളിൽ പഠിക്കുന്ന കാലം, പള്ളിയിൽ നിന്നും പള്ളിക്കൂടത്തിൽ നിന്നും വീട്ടിൽ നിന്നും ഒരുപാട് സുറിയാനി വാക്കുകൾ കേൾക്കാനും പഠിക്കാനും അവസരം കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു മോറൽ വിസ്ഡമായിട്ട് മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. സ്കൂളിൽ കുർബാനയ്ക്ക് പോകേണ്ട അവസരം വരുമ്പോൾ സുറിയാനി പാട്ടുകാർ, സുറിയാനിയിൽ കുർബാന അർപ്പിക്കുന്ന അച്ഛന്മാർ, അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്നും പള്ളിക്കൂടത്തിൽ നിന്നും വീട്ടിൽ നിന്നും പഠിച്ചെടുത്ത ഒരുപിടി കാര്യങ്ങൾ ഉള്ളത് നമുക്ക് വലിയ ബലമായിരുന്നു. ഇന്ന് നമ്മൾ നെറ്റിൽ നിന്ന് പഠിക്കുന്നത് പോലെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞു കേട്ട് പഠിക്കുന്നത് പോലെയല്ല. നമ്മൾ അറിഞ്ഞും അറിയാണ്ടും ഈ ഒരു സംസ്കാരം നമ്മളെ പഠിപ്പിച്ചു. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരുപാട് സുറിയാനി വാക്കുകൾ ഞാൻ കുറെ ഒന്ന് നിങ്ങളുടെ ഒരു പരിചയപ്പെടുത്തലിന് വേണ്ടി പറയുകയാണ്. കുട്ടിക്കാലത്ത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. കുരിശ് വരയ്ക്കുമ്പോൾ തന്നെ വിശുദ്ധ സ്ലീവായുടെ അടയാളത്താൽ, സ്ലീവ കുരിശാണ്, സുറിയാനി വാക്കാണ്. അതുപോലെ സ്ലീഹ ശിഷ്യൻ, സ്ലീഹന്മാര് എന്ന് പറയുന്നത് മർത്തുമറിയം പരിശുദ്ധ അമ്മ, മിഖായേല്, ഗബ്രിയേല്, ഏൽ എന്ന് പറയുന്നത് ദൈവത്തെ കുറിച്ചുള്ള വാക്കാണ്. എമ്മ എന്ന് പറഞ്ഞാൽ അമ്മ ആണ്. മാർയോസേപ്പ് എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ആവ ഫാദർ, അപ്പൻ, റൂഹ അരൂപി, എങ്കർത്ത ലേഖനം, ആലാഹ ദൈവം, ഉർഹ വഴി, നുഹറ പ്രകാശം, ബൈത്ത വീട്, ദുമ രക്തം, ഹക്കൽ ദുമ നമ്മൾ വേദപുസ്തകത്തിൽ പറയുന്നുള്ളതാണ്, രക്തത്തിന്റെ പറമ്പ്. ഹശ സഹനം, ഹശ ആഴ്ച, വെള്ളിയാഴ്ചയെ കുറിച്ച് പറയുന്നത്. ഏവൻഗേലിയോൻ സുവിശേഷം, കറോസുസ, സ്യാമീദ കയ്യൂപ്പ് പ്രാർത്ഥന, കൂത്താമ സമാപന പ്രാർത്ഥന, മൽപ്പാൻ അച്ഛന്മാര്, റംശ, വലിയ, സപ്ര, നസ്രാണി, പെസഹ, മൽക്കൂസ ദിവരാജ്യം, കൂദാശ കുർബാന, ദുഹറാന, കത്തനാര്, ഊറാറ, കാപ്പ, ലിബൂഷ, ദനഹ, ഖബർ അടക്കപ്പെടുന്ന സ്ഥലം, സുലാക്ക ഈശോയുടെ സ്വർഗാരോഹണം, സൂനായ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം, മായൽത്ത ഈശോയെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുന്നത്, ദയറ ആശ്രമം, ആമേൻ എല്ലാ ഭാഷയിലും എല്ലാവർക്കും അറിയാവുന്നതാണ്, മദ്ബഹ പള്ളിയുടെ മദ്ബഹ. ഇങ്ങനെ ഒരുപാട് വാക്കുകൾ, അതും പ്രധാനപ്പെട്ട ദൈവശാസ്ത്രത്തോട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ ആരും നമ്മളെ പ്രത്യേകിച്ച് പഠിപ്പിക്കാണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പള്ളിയിൽ നിന്നും പള്ളിക്കൂടത്തിൽ നിന്നും വീട്ടിലെ വലിയ മാതാപിതാക്കള് വർത്തമാനം പറയുന്നിടത്തുനിന്നും ഒക്കെ നമ്മൾ കേട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. അത് ഞാൻ പറഞ്ഞു, ഒരു സുറിയാനി സംസ്കാരം, ധാർമ്മികത, ആത്മീയത ഒക്കെ നമ്മൾ ആ കാലഘട്ടങ്ങളിൽ കണ്ടും കേട്ടും അനുഭവിച്ചും മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളുടെ പുരാതന പള്ളികളിലേക്ക് നോക്കിയാൽ ഒരുപാട് പള്ളികളിൽ സുറിയാനി എഴുതി വെച്ചിട്ടുണ്ട്. അത് തിരുവചനങ്ങളാണ്, ആപ്തവാക്യങ്ങളാണ്. ചില വാക്കുകൾ മാത്രമേ ഉള്ളൂ. അത് പള്ളിക്കകത്ത്, മദ്ബഹായില്, പള്ളിയുടെ പുറത്ത്, കൽക്കുരിശില്, ഖബറുകളില്, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളില്, വൈദിക മന്ദിരങ്ങളില് ഒക്കെ കേരളത്തിലെ ഒരുപാട് പള്ളികളില് സുറിയാനി എഴുതി വെച്ചിട്ടുണ്ട്. അതും വലിയൊരു സംസ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത്.
ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കടമറ്റം പള്ളിയിൽ, കോതമംഗലം പള്ളിയിൽ, തൃപ്പൂണിത്തറ, കോട്ടയം വലിയ പള്ളി, പാലാ കത്തീഡ്രലില്, മുളന്തുരുത്തി പള്ളിയിൽ, കോതമംഗലം പള്ളിയിൽ, CMI ഒബയന്ത മാന്നാനത്ത്, കുറവലങ്ങാട് മേജരാർക്കി പള്ളിയിൽ, തൃശ്ശൂര് പള്ളിയിൽ, കണ്ടനാട് പള്ളിയിൽ, മാന്നാനം ഒബയന്തയുടെ അകത്ത്, തൃപ്പൂണിത്തറ പള്ളിയിൽ, കോട്ടയം പള്ളിയിൽ, കോട്ടയം കടുത്തുരുത്തി പള്ളിയിൽ, അരുവിത്തറ പള്ളിയിൽ, കൊരട്ടി സെന്റ് മേരീസ് പള്ളിയിൽ, എറണാകുളം കാർഡിനൽ ഹൗസിന്റെ മുൻഭാഗത്ത്, ഇങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിലുണ്ട്. ഞാൻ ഏതാനും ചിലത് പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്. പള്ളികളിലും പള്ളിമേടകളിലും അരമനകളിലും കൽക്കുരിശുകളിലും ഖബറുകളിലും ഒക്കെ സുറിയാനി എഴുതി വെക്കുന്നൊരു പാരമ്പര്യം. അതും നമ്മെ പഠിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഇവിടെ ആളുകൾ വളരെ സ്നേഹത്തോടെ കാര്യങ്ങളെല്ലാം സ്വീകരിച്ചു. അങ്ങനെ ഒരു നല്ല സൗഹൃദത്തിന്റെ ഭാഷയായിട്ട് ഇത് നിലനിൽക്കുകയും നമ്മുടെ വിശ്വാസത്തെ അത് സംരക്ഷിക്കുകയും ചെയ്തു. എനിക്ക് സുറിയാനിയെക്കുറിച്ച് എപ്പോഴും പറയാനുള്ള, നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യവും അതാണ്. ഇതൊരു സമാധാനത്തിന്റെ ഭാഷയാണ്, സന്തോഷത്തിന്റെ ഭാഷയാണ്, ആത്മീയതയുടെ ഭാഷയാണ്, വേദപുസ്തകത്തിന്റെ ഭാഷയാണ്, സഭയുടെ ഐക്യത്തിന്റെ ഭാഷയാണ്. അപ്പൊ അതിന് ആ തരത്തിലെല്ലാം വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനെയാണത് നമ്മളുടെ സഭയിൽ ധാരാളം നൂറ്റാണ്ടുകള് നിലനിന്നതും നമ്മെ എല്ലാം അതിൽ വളർത്തി എടുത്തതും. മന്നാനം കൊവേന്ത ഈ സുറിയാനി സംസ്കാരം പ്രിസർവ് ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അവിടെ ഭാഷാപണ്ഡിതരായ CMI അച്ഛന്മാര് ഉണ്ടായിരുന്നു. പിന്നീട് 17, 18, 19 നൂറ്റാണ്ടുകളിലൊക്കെ നമ്മളുടെ നസ്രാണി സമൂഹത്തില് ഈ സുറിയാനി ഭാഷയെ വളരെയേറെ സ്നേഹിച്ച് വളർത്തിയ ഒരുപിടി ആൾക്കാരുണ്ട്. നമ്മുടെ ആളുകള് വേണ്ടതുപോലെ നമ്മളുടെ സഭയുടെ ചരിത്രം പഠിക്കാത്തതുകൊണ്ട് അതിനുവേണ്ടി വലിയ ത്യാഗം ചെയ്ത ആളുകളെ ഒക്കെ നമ്മുടെ മുഖ്യധാരാ ചിന്തയിൽ നിന്ന് വിട്ടുകളയുന്നത് പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവരെക്കുറിച്ചുള്ള ഒരു പുനർവിചാരം നമ്മളുടെ സഭാ ചരിത്ര പഠനത്തിനും സഭയുടെ ഐക്യത്തിനും നമ്മളുടെ ക്രിസ്തീയ സംസ്കാരത്തിന്റെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിനുമൊക്കെ ഏറെ ഉപകാരപ്പെടും. അവരിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് പറയമാക്കൽ തോമാക്കത്തനാര്, കരിയാറ്റിൽ യൗസേപ്പ് മൽപ്പാന്, കടപ്പൂർ റമ്പാച്ചന്, പനങ്കുഴിക്കൽ ചെറിയ യാക്കോബ് കത്തനാര്, പള്ളിവീട്ടിൽ പറമ്പിൽ ചാണ്ടിമത്തനാന്, കടവിൽ ചാണ്ടിക്കത്തനാര്, ധീരിക്കൽ മാണിച്ചന്, കുടക്കച്ചറി അന്തോണിച്ചന്, കട്ടക്കയം വലിയ ചാണ്ടിച്ചന്, ചെറിയ ചാണ്ടിച്ചന്, അമ്പലംതുരുത്തേൽ യാക്കോബ് കത്തനാര്, മണിക്കത്തനാരച്ഛന്റെ സുറിയാനി പ്രൊഫസറായിരുന്നു അദ്ദേഹം. 6 മാർത്തോമ, 1 മാർത്തോമ മുതൽ പകടവും മറ്റും കേന്ദ്രമാക്കി പ്രവർത്തിച്ചവരും ജീവിച്ചവരുമെല്ലാം. ഇനി ആധുനിക കാലത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരുപാട് പണ്ഡിതന്മാര്, തോട്ടക്കര ജോണച്ചന്, തെള്ളിയിലെ മാനുവേലച്ചന്, അരയത്തനാൽ തോമാച്ചന്, പുനമാക്കൽ തോമാച്ചന്, ഇങ്ങനെയുള്ള സുറിയാനി പണ്ഡിതന്മാര് നമുക്കുണ്ട്. അവരൊക്കെ സുറിയാനി ഭാഷയുടെ ലെക്സിക്കന്, ഗ്രാമർ, ടെക്സ്റ്റ് ബുക്കുകളൊക്കെ എഴുതി തയ്യാറാക്കിയവരാണ്. ആ കൂട്ടത്തിൽ പ്രഗത്ഭരായിട്ടുള്ള മറ്റ് ആളുകളാണ്. ഒരുപക്ഷെ ഇവരൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ആളുകളാണ് പ്ലാസിഡ് ജയപ്പൊടിപാറയച്ചന്, കുര്യാക്കോസ് ചാവറയച്ചന്, പിന്നീട് ആബേലച്ചന്, പാലക്കൽ തോമ മൽപ്പാന്, പോരൂക്കരയച്ചന്, ബെർണാർഡ് തോമാച്ചന്, ഗബ്രിയേലച്ചന്, ഇങ്ങനെയുള്ള വലിയ പണ്ഡിതന്മാര് ഉണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ പൈങ്ങോട്ടച്ഛന്, ചാൾസ് അച്ഛന്, ഇവരെല്ലാം ഈ ഒരു വലിയ മേഖലയിൽ സാധാരണമായ പാണ്ഡിത്യമുള്ളവരാണ്. സഭയുടെ ഒരു പ്രത്യേകമായ ഒരു കാലഘട്ടത്തില് 7 വ്യാകുലങ്ങള് എന്നുള്ള ഒരു സംവിധാനം അതൊരു ആലങ്കാരികമായ ഭാഷയിൽ അങ്ങനെ പറയുന്നതാണ്. സഭയ്ക്ക് വേണ്ടി
ഒരുപാട് ത്യാഗം സഹിച്ച അച്ഛന്മാരാണ്. ശങ്കൂരിക്കലച്ഛന്, മാതയ്ക്കലച്ഛന്, മീനാട്ടൂർ മാനുവലച്ഛന്, ചാവറ യൂസഫ് അച്ഛന്, ഈരി ഇരുമ്പൻ വർഗീസച്ഛന്, കാനാട്ടച്ഛന്, കാപ്പിലച്ഛന്, അങ്ങനെ ആ ഒരു തലമുറ അതൊന്നും വേണ്ട രീതിയിൽ ഇന്ന് നമ്മളുടെ തലമുറ മനസ്സിലാക്കുന്നില്ല എന്നൊരു ഒരു പ്രയാസം പിടിച്ച ഒരു മേഖലയാണ്. ഞാനിത് പറഞ്ഞത്, നമ്മൾ സുറിയാനിയെ കുറിച്ച് പറയുമ്പോൾ സുറിയാനിയുടെ ഇന്ത്യക്ക് പുറത്തുള്ള വലിയ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിക്കുന്നതിനേക്കാൾ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഈ വത്തിക്കാൻ സുനോദോസിന്റെ സമാപനം വരെ നമ്മളുടെ ദൈവാരാധനയെ പിടിച്ചു നിർത്തിയ ആ വലിയ ആശയും അതിനോട് ബന്ധപ്പെട്ട ആളുകളും അതിനെ കാത്തുസൂക്ഷിച്ച പുരാതന കുടുംബങ്ങളും, അതാണ് നമ്മളുടെ ഒരു ഗവേഷണത്തിന്റെ മുഖമായിട്ട് ഇനിയും വരേണ്ടത്. അതിന് വലിയ വിദ്യാർത്ഥികൾ കൂടുതലായിട്ടുള്ള ശ്രദ്ധയെടുക്കണം. എനിക്ക് വലിയൊരു സന്തോഷമുള്ളത് ഈ കാലഘട്ടത്തിൽ വലിയ വിദ്യാർത്ഥികൾ, കുറെ വൈദികര്, യൂത്ത് വിങ്ങിൽപ്പെട്ട ആളുകള്, മുതിർന്ന ആളുകള്, സിസ്റ്റേഴ്സും ഒക്കെ സുറിയാനി പഠിക്കുന്ന കാര്യത്തിൽ താല്പര്യമുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മളെക്കാൾ കൂടുതൽ താല്പര്യം സർക്കാർ കാണിക്കുന്നുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടും റിസർച്ചിനുള്ള ഭാഷയായിട്ടുമൊക്കെ നമ്മുടെ സർക്കാർ ഈ ഭാഷ അനുവദിച്ചു തന്നിരിക്കുന്നു എന്നത് നമ്മളുടെ കണ്ണുകൾ തുറപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇതിനോടുള്ള ഏറ്റവും വലിയൊരു താല്പര്യം പ്രത്യേകിച്ച് നമ്മുടെ പരിശുദ്ധ കുർബാനയോട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോഴാണ്. ഞാനതിനെ കൂടെ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ ഈ ഭാഷയുടെ ഒരു പ്രത്യേകത, കുർബാനയിൽ ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ കാണുന്നത് പോലെ പാട്ടുകുർബാനയ്ക്ക് വേറൊരു ടെക്സ്റ്റ്, ഒറ്റക്കുർബാനയ്ക്ക് വേറൊരു ടെക്സ്റ്റ്, അതായത് പദ്യവും ഗദ്യവും തമ്മിലുള്ള തിരിവ് സുറിയാനിയിൽ ഒരു വാക്കിന് പോലുമില്ല. ഗദ്യം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ആവശ്യാനുസരണം പദ്യമായിട്ട് നീട്ടി പാടുന്നു. അതാണ് ആഘോഷമായ കുർബാന. അങ്ങനെ വരുന്നതുകൊണ്ട് ആ ലിറ്റർജി ആർക്കും തനിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മാറ്റി എഴുതാനോ മാറ്റിപ്പാടാനോ വേറെ രൂപത്തിൽ കൊണ്ടുവരാനോ പറ്റുകയില്ലെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ ലിറ്റർജിയുടെയും പൊതു സ്വഭാവം അതാണ്. ലത്തീൻ ലിറ്റർജിയിലും അതെ, ടെക്സ്റ്റ് പ്രോസാണ്. അത് നമ്മൾ ആഘോഷമായ അവസരത്തിൽ ആഘോഷമായ രീതിയിൽ അത് ഉപയോഗിക്കുകയാണ്. സുറിയാനി പൈതൃകവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കത്തോലിക്ക സഭകളിലും പിതാക്കന്മാരും അച്ഛന്മാരുമായിട്ട് കുർബാനയിൽ സംബന്ധിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. കത്തോലിക്ക വിഭാഗത്തിന് പുറത്തു നിൽക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങളുടെ കുർബാനയിൽ പോയി പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അവിടെയെല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ആ സഭകളെല്ലാം അവരുടെ കുർബാനയിൽ കുറേയെങ്കിലും സുറിയാനി ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവരത് സുറിയാനി സഭ, സുറിയാനി ലിറ്റർജി, സുറിയാനി ആത്മീയത എന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കുന്നതും അവരുടെ സഭാസമൂഹത്തിന് വേണ്ട പരിജ്ഞാനം പകർന്ന് കൊടുക്കുന്നതുമൊക്കെ. നമ്മളും ആ തരത്തില് കൂടുതലായിട്ടുള്ള ഒരു സൗമ്യമായ സമീപനം ഇതിൽ വരുന്നുണ്ട്. അത് വലിയൊരു പ്രത്യാശ നൽകുന്ന കാര്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞത് ഇതൊരു തർക്ക വിഷയമേ അല്ല. ഈ ഭാഷയെക്കുറിച്ച് തർക്കിക്കുന്നത് തന്നെ അവിവേകമാണ്. ഇത് വളരെ ശുദ്ധമായ ശാലീനതയുള്ള സ്വർഗീയമായ ഒരു ഭാഷയും ഒരു ആരാധനയുമാണ്. അതിന്റെ പ്രസക്തമായ അവസരങ്ങളിൽ അല്പമെങ്കിലുമൊക്കെ സുറിയാനി ഉപയോഗിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് വളരെ നല്ലതാണ്. ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് ഒന്നുകൂടി വരികയാണ്. ഇതിനകത്ത് ടെക്സ്റ്റ്, പാട്ടും പ്രോസും എന്ന വ്യത്യാസമില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ സുറിയാനിയിൽ കുർബാന തുടങ്ങുന്നത് ഉക്താനഹോൻ, അത് ഒറ്റ വാക്കാണത്. കർത്താവിന്റെ ഒരു കൽപ്പനയനുസരിച്ച് നമുക്ക് കുർബാന ആരംഭിക്കാം. മലയാളത്തിൽ നമുക്ക് അങ്ങനെ അത് പറയാൻ പറ്റുകയുള്ളൂ. ഉക്താനഹോൻ എന്ന് നമ്മൾ ഒറ്റ കുർബാനയിൽ അങ്ങനെ പറഞ്ഞ് കുർബാന ആരംഭിക്കുന്നു. പാട്ട് കുർബാനയിൽ വരുമ്പോൾ ഉക്താനഹോ ഓ നമ്മൾ നീട്ടിപ്പാടുകയാണ്. അതുപോലെ തന്നെ പിന്നീട് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, തെശ്ബോത്ത ലാലാഹ ബമുറൗമേ, അതാണ് സുറിയാനി ടെക്സ്റ്റ്. ഒറ്റക്കുർബാനയിൽ നമ്മൾ അങ്ങനെ ഗദ്യമായിട്ട് എടുക്കുന്നു. പാട്ടുകുർബാന വരുമ്പോൾ തെശ്ബോത്ത ലാലാഹ ബമുറൗമേ
പിന്നീട് നമ്മൾ സ്വർഗസ്നായതായ എന്നുള്ള പ്രാർത്ഥന ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന. അത് പൊതുവെ സ്കൂളുകളിൽ കുട്ടികൾ പോലും പാടുകയും പഠിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത് കാണുന്നത് വലിയ സന്തോഷം നൽകുന്നുണ്ട്. നമ്മൾ ശ്രോസ പ്രാർത്ഥനകളിലേക്ക് വരുമ്പോഴും അവിടെയും നമ്മുടെ പ്രാർത്ഥനകള്, ഗദ്യത്തിൽ കിടക്കുന്ന പ്രാർത്ഥനകള് നമ്മളതുപോലെ ചൊല്ലി സാധാരണ കുർബാനയിൽ അവസാനിപ്പിക്കുമ്പോൾ അതിനൊരു ഈണം കൊടുത്ത് ചൊല്ലുകയാണ് നമ്മൾ സുറിയാനിയും പാട്ടുകുർബാനയിൽ വരുമ്പോൾ. നമ്മുടെ സ്വർഗസ്നാപിതാവേയും സങ്കീർത്തനവും കഴിഞ്ഞുള്ള ആദ്യത്തെ പ്രാർത്ഥന പാട്ടുകുർബാനയിൽ നമ്മളിതുപോലെ അത് പ്രാർത്ഥിക്കുന്നു. കയ്യൽ മാറൻ ബാലാഖൻ ലംലീഹൂസൻ ബനാന അതിന് ചമ്മസ്രാസെ ഗന്ധീശെ ദസീഹൽ ഉദാസിവൽ പ്രകാനദിയാനം റഹ്മാദുറാഹം ബീവ മറാദുഗോൽ ലൽമീ. ശാസ്ത്രീയമായ പഠനത്തിലേക്ക് വരുമ്പോൾ പാശ്ചാത്യ പണ്ഡിതന്മാരെല്ലാം ഒരു നൂറ്റാണ്ടായിട്ട് ഈ സുറിയാനി ഭാഷ പാശ്ചാത്യ പ്രമുഖ സർവകലാശാലകളിൽ എല്ലാം പഠിപ്പിക്കുന്നുണ്ട് നല്ലതുപോലെ. പാരീസില്, ഓക്സ്ഫോർഡില്, കേംബ്രിഡ്ജില്, റോമിലെ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അങ്ങനെയുള്ള വലിയ കേന്ദ്രങ്ങളിലെല്ലാം നമ്മുടെ സഭാ കേന്ദ്രത്ത് കാക്കനാട്ട് സുറിയാനി പഠിപ്പിക്കുന്നുണ്ട്, പ്രഭാതൃ സെമിനാരി പഠിപ്പിക്കുന്നുണ്ട്. മറ്റു സെമിനാരികളിലും ഉണ്ടായിരിക്കാം, എനിക്ക് കൃത്യം അറിഞ്ഞുകൂടാ. അങ്ങനെ നല്ല രീതിയിൽ ഇതിനെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ വീണ്ടും കൊടുക്കുന്നുണ്ട്. ഈ സുറിയാനിയുടെ ഒരു പ്രത്യേകത ഇതാണ്, നമ്മുടെ താളം, നമ്മുടെ സഭയുടെ ആ താളം തെറ്റിക്കുമ്പോൾ നമ്മളുടെ ക്രമം നഷ്ടപ്പെടുന്നു. ഈ താളം തെറ്റാതിരിക്കണമെങ്കിൽ ഇതിന്റെ മൂലഭാഷയോടും അതിന്റെ മൂല സംഗീത ശൈലികളോടും നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കണം. നമ്മൾ ഓരോരുത്തരും അവരുടെ കഴിവനുസരിച്ച് പാട്ടെഴുതി വേറെ ട്യൂൺ കൊടുത്തു പോകുമ്പോൾ നമ്മുടെ താളത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. താളം തെറ്റുന്നൊക്കെ പറഞ്ഞാൽ വലിയ എതിർപ്പുകൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഞാൻ പുതിയ സംഗീത ശൈലിക്കോ ഒന്നും ഞാൻ എതിരല്ല. പക്ഷേ ഈ ആരാധനക്രമത്തിന്റെ താളം നമ്മൾ തെറ്റിക്കുമ്പോൾ അത് നമ്മുടെ സഭയുടെ താളം തെറ്റിക്കുകയാണ്. അതുവഴി നമ്മളിൽ ഒരു ശിഥിലീകരണവും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഈ അടിസ്ഥാന താളം ഇത് നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. സകലത്തിന്റെയും നാഥ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ കുർബാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന്ന് ഒത്തിരി പിതാക്കന്മാരും ശിഷ്യന്മാരും ക്രിസ്തു കുർബാനയിൽ ഉപയോഗിക്കുന്നത് ലോകം മുഴുവൻ ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലാഹുമാറ ദുകൊല്ല മൗദേനാൻ ആങ്ങുലാക്ക് ഈശോ മിശിഹ ശബഹീനാൻ ആംദത്തോ ബ്രഹ്മനാദു പഗറായിൻ വത്തു പാറോക്കതാവ ദുനൗശാസൻ. നമ്മൾ 3 പ്രാവശ്യം ആഘോഷമായിട്ട് ചൊല്ലിയാണ് കുർബാന അർപ്പിക്കുന്നത്. അതേ തുടർന്ന് കുട്ടികൾക്ക് പോലും അറിയാവുന്ന പാട്ടാണ് കന്ദീശ അലഹ ദൈവമേന്തി പരിശുദ്ധൻ എന്നുള്ളത്. കന്ദീശ അലഹ കന്ദീശ അയൽസാന കന്ദീശാലമായോസ ഈശ്വരാഹം ആലൈൻ. നമ്മൾ 3 തവണ പ്രാർത്ഥിക്കുന്നു. ത്രൈസാഗിയോനാണ്. എല്ലാ കുർബാനകളിലും പൗരസ്ത്യ സഭകളുടെ പ്രത്യേകിച്ച് സുറിയാനി പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സഭകളിലും ഈ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളും ആലാപനങ്ങളുമുണ്ട്. അതിനുശേഷം വരുന്ന ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് പിന്നെ നമ്മൾ വേദപുസ്തക വായനയിലേക്ക് പോകുന്നത്. ഈ കന്ദീശാലാഹ വരുന്നുള്ള ആ പ്രോസ് പ്രാർത്ഥന കൂടെ ഞാൻ അവിടുന്ന് എത്തിയാണ് ഇവിടെ. കന്ദീശ വൈശ്വീകാവുഹൈൽസാനാവുലാമായോ സാധവ് കന്ദീശേ ആമർ ഊമത്തിനി സുറിയാനി മെസ്കസ്പിയനെസ്പെൻ മാറുകൂസലാഹമലീനഹദ്മാദത്ത് ഭുഗോലന്താൻ മറാദുഗോലവാവ്രാം റുഹാദുദിശ ലൽമീൻ. അങ്ങനെ നമ്മൾ
വായനകളിലേക്ക് വരുന്നു. പിന്നീടുള്ള കീർത്തനങ്ങളൊക്കെ അതിസുന്ദരമായ കാര്യങ്ങളാണ്. ഞാൻ സമയ പരിമിതി പോലും അതിലേക്ക് പ്രവേശിക്കുന്നില്ല. എവൻഗേലിയോൺ സുവിശേഷം എടുത്തുകൊണ്ട് കാർമികൻ നമുക്ക് സമാധാനം ആശംസിക്കുന്ന പ്രാർത്ഥന. സ്ലാമ അമഹോൻ, നിങ്ങൾക്ക് സമാധാനം. സ്ലാമ പിന്നീട് കുർബാനയുടെ മുമ്പോട്ട് പോകുമ്പോൾ ഇനി നമുക്ക് വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കേണ്ടതും ഉപയോഗിക്കാവുന്നതുമായ സുറിയാനി ഭാഗങ്ങൾ ഖനോന പ്രാർത്ഥനകളാണ്. നമുക്ക് എല്ലാ അച്ഛന്മാരും എല്ലാ കുർബാനയും സുറിയാനി ഭാഷയിൽ ചൊല്ലണം എന്ന് പറയുന്നതൊന്നും ഇന്നത്തെ കാലത്ത് പ്രായോഗികമല്ല. ആളുകൾക്ക് പൂർണ്ണമായിട്ടത് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും നമ്മുടെ കുർബാനയ്ക്കിടയിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെ ഇനി മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ കുർബാനയുടെ ഏറ്റവും പ്രസക്തമായ ഭാഗത്തേക്ക് കടക്കുമ്പോൾ കനോന പ്രാർത്ഥനകൾ മാത്രം ചൊല്ലിയാലും അത് ഈ കുർബാനക്രമത്തിന്റെ ഈ സുറിയാനിയുടെ പ്രാധാന്യം എടുത്തു കാണിക്കാനായിട്ട് പറ്റും. നമ്മൾ വിശ്വാസ പ്രമാണം കഴിഞ്ഞ് താരയ്ക്ക് പ്രോണോസിന് അഭിമുഖമായി കയറി ചെന്ന് നമ്മൾ പ്രാർത്ഥനകൾ തുടങ്ങുമ്പോൾ ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ സമാധാനം നിങ്ങളോടുകൂടി എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ആദ്യം കാണുന്ന ഒരു കാനോന പ്രാർത്ഥന. അത് ഇപ്രകാരമാണ്. പിന്നീട് നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും എന്ന് പറഞ്ഞുള്ള ആ കാനോനയിലേക്കാണ് വരുന്നത്. തൈബൂസേ ദുമാറന്നീശോ മിശിഹ ഊഹും ബേദാലാഹ ആവാവു ശൗത പൂസാദ്രുഹാദ കുദിശ തഹവേയം കൊല്ലൻ ആശാം വൗഹോൽ സന്മരാലും അൽമേം. ഇന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഈ ഹന്ത പ്രാർത്ഥനയിലൂടെ വന്ന് അടുത്ത കാനോനായിൽ എത്തുന്നത്. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ആ പ്രാർത്ഥനയാണ്. വല്ലപ്പായ് കൊലഹോനുദ്രാനേക് ദൈവാസാഗതൽവാ സാൻ നസിക്ല യശ്വത വികാരൗ സൗദി സാവശ്രേഷ്ഠ ആശാം വൗഹോൽ സന്മലാലും അൽമേം. ഇതും കഴിഞ്ഞ് നാലാമത്തെ വിഹന്ത പ്രാർത്ഥന ഒന്ന് അവസാനിച്ചതിന് ശേഷമുള്ള കാനോന. സജീവവും പരിശുദ്ധവും ജീവിതായുമായ അങ്ങയുടെ നാമത്തിന് ഞങ്ങളുടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും അർപ്പിക്കുന്നു. പദമസ്കേനാൻ തെശ്വോത വികാരാവ് സൗദി സാവശ്രേഷ്ഠാലസ്മാവ് അയ്യാവകന്തീശാമകിയാന ആശാം വൗഹോൽ സന്വലാലും അൽമേം. ഈ കാനോനകള് ഇപ്പോൾ ഡോക്ടർമാരൊക്കെ പലരും ഉപയോഗിക്കുന്നു. വലിയൊരു സന്തോഷകരമായ കാര്യമാണിത്. നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് മെത്രാപ്പൊലീത്ത പരിശുദ്ധ കുർബാനയിൽ ഈ കാനോനകളും മറ്റു അത്യാവശ്യ പ്രാർത്ഥനകളുമൊക്കെ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും എല്ലാം പോയി ബലിയർപ്പിക്കുമ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ടീച്ചിങ്. കാരണം ഏറ്റവും വലിയ ടീച്ചറും സഭയുടേത് അദ്ദേഹമാണ്. ഈ കാനോനകൾ കഴിഞ്ഞ് നമ്മൾ ബാനയുടെ ഏതാണ്ട് സമാപന ഘട്ടത്തിലടിക്കുമ്പോഴാണ് നമ്മൾ കർത്താവെ അനുഗ്രഹിക്കണമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു
എങ്കിലും സുഖകരവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ബാരേക് മാർ ബാരേക് മാർ ബാരേക് മാർ മകർബാലാൻ മാറൻ ബാലാഹൻ ബ്രഹ്മാനുസ ദൈവോസ ശേഷ്രാശേ അലൈൻ സ്വിഹേ ബന്ധിഷ്യമകിയാനെ വരാഹായേ കദിലാ ശാബേനാൻ ബശ്രാര കദിലാ ശാബേനാൻ. ഇവർ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ അനുരഞ്ജന റസൂസ പ്രാർത്ഥനയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ മനോഹരമായ സുറിയാനി സംഗീതത്തിൻ്റെ പോലെയുള്ള ടെക്സ്റ്റുകളാണത്. അത് നമ്മുടെ ബാനക്കടിയിൽ നിന്ന് കുട്ടികൾ ശുശ്രൂഷകൾ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ രണ്ടെണ്ണം മാത്രമേ തിരഞ്ഞെടുക്കുകയാണ്. പ്രഹുമേശുക്കാരാമിൻ ആലാഹാം മാറേക്കോൽ മർപ്പേനാൻ സഹൽവാസ ലഹ്നാവാസൻ. അതിന്റെ ഉത്തരം മറിയ ഹസ അത്താഹേ ഉസഹൽവാസ ദൗദായിക്ക്. അതങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഇത് കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയോടുകൂടി വീണ്ടും സ്വർഗസ്നായ ദാവീദിന്റെ പ്രാർത്ഥനയിൽ പ്രവേശിച്ച് ബാനയുടെ സമാപന ഭാഗത്തേക്ക് വരികയാണ്. ഞാൻ ഈ 6-7 ചെറിയ പ്രാർത്ഥനകള് പ്രോസിൽ പുസ്തകത്തിൽ കിടക്കുന്നത് ബാനയിൽ സംഗീതമായിട്ട് ഉപയോഗിക്കാവുന്നതിൻ്റെ ഒരു മാതൃക എടുത്ത് കാണിക്കുകയായിരുന്നു. ഇങ്ങനെ ഏത് പ്രാർത്ഥന, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അതുപോലെ മനോഹരമാണ്, ഏറ്റവും സുന്ദരമാണ്. ഏറ്റവും പുരാതനമായ ഒരു ലിറ്റർജിയാണ് നമ്മളുടെ ദായാൻ മാറിയുടെ മനാഫ്ര. അത് ലോകത്തിലെല്ലാവരും, എല്ലാ ദൈവശാസ്ത്രജ്ഞന്മാരും അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണ്. ഒരിക്കലൊരു വലിയ സമ്മേളനത്തിലൊരു ഫോറിൻ തിയോളജിയൻ ലിറ്റർജിസ്റ്റ് പറയുകയുണ്ടായി, ലോകത്തിൽ ഒരു അനാഫ്ര മാത്രം അവശേഷിക്കുന്ന ഏതെങ്കിലും ഒരു കാലം വന്നാൽ അങ്ങനെ നിലനിൽക്കുന്നത് ഈ ഈസ്റ്റ് സിറിയൻ ദായാൻ മാറി അനാഫ്ര, സുറിയാനിക്കാരുടെ അനാഫ്ര ആയിരിക്കുന്നു. കാരണം അദ്ദേഹം വേദപുസ്തകത്തിന്റെ മൂലഭാഷകളെല്ലാം പഠിച്ചിട്ടുണ്ട്. ആരാധനക്രമത്തിന്റെ ഉത്ഭവ വികാസ പരിണാമങ്ങളെ പഠിച്ചൊരു വ്യക്തിയാണ്. എല്ലാം പഠിച്ചിട്ട് അദ്ദേഹം ആധികാരികമായിട്ട് പറഞ്ഞതാണ്. എല്ലാ ആരാധനക്രമങ്ങൾക്കും തന്നെ ഒരു അടിസ്ഥാന ഭാവം കൂടെ നൽകുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഈ പ്രധാന ടെക്സ്റ്റ്. ഞാനിതിവിടെ അവസാനിപ്പിക്കാം. ഞാൻ ഇന്നത്തെ ഈ നിമിഷങ്ങൾ വളരെ സാധാരണ രീതിയിലുള്ള ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. സുറിയാനി സംബന്ധമായ മറ്റു വലിയ പഠനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അത് ക്രിസ്ത്യൻ അറമേയിക്കിന്റെ ആദ്യത്തെ 7 നൂറ്റാണ്ട് സഭാപിതാക്കന്മാരുടെ ആ കാലഘട്ടം, അഫ്രഗാത്തുസ്, എഫ്രൈം തുടങ്ങിയ ആളുകളിൽ തുടങ്ങി 7-ാം നൂറ്റാണ്ട് വരെയുള്ള ആളുകളെ നമ്മൾ പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. പിന്നീടൊരു വലിയ ഒരു പഠനത്തിന്റെ ഒരു മുഖം കിടക്കുന്നത് 1 നൂറ്റാണ്ടായിട്ട് യൂറോപ്യൻ സർവകലാശാലകൾ ഇതിന് കൊടുക്കുന്ന പ്രാധാന്യം. സെബാസ്റ്റ്യൻ ബ്രോക്കിനെ പോലെയുള്ള ഓക്സ്ഫോർഡിലെ പ്രൊഫസർ, അദ്ദേഹം ഇവിടെ സിറിയയിലെ പ്രബലക്ഷന്റെ സുറിയാനി സിമ്പോസിയത്തിന് എല്ലാ തവണയും വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. എനിക്കും വളരെ അടുത്ത് പരിചയമുണ്ട്. അദ്ദേഹമൊക്കെ ഇക്കാര്യത്തിൽ വളരെയേറെ താല്പര്യം എടുത്തിട്ടുള്ള ആളാണ്. അപ്പം അത് നമുക്ക് വലിയൊരു പഠനത്തിന്റെ ഒരു മേഖലയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മൂവ്മെന്റ് പാശ്ചാത്യ ലോകത്ത് വന്നത്? അവരാണ് വാസ്തവത്തിൽ ഈ നൂറ്റാണ്ടിൽ ഇതിന്റെ പ്രാധാന്യം ഇത്രയും എടുത്തു കാണിച്ചത്. ആ 2 വലിയ വഴികൾ നമ്മുടെ പഠനത്തിന്റെയും പരിചിന്തനത്തിന്റെയും വേദിയായിട്ട് നിൽക്കുന്നു. നമ്മുടെ വളരെ വേഗത്തിൽ ഈസ്റ്റ് സിറിയക്കിനെ കുറിച്ച് പറഞ്ഞ് നമ്മുടെ കേരളത്തിലെ നസ്രാണികളുടെ ഒരു ചെറിയ ചരിത്രവും പറഞ്ഞ് ബാനിയിലേക്ക് വരികയായിരുന്നു. പിന്നെ നമ്മളുടെ കുടുംബങ്ങളിലും നമ്മുടെ സഭയിലും നിലനിന്നിരുന്ന സുറിയാനി പാട്ടുകൾ, മനോഹരമായ ഗീതങ്ങളുണ്ട്.
നമുക്ക് സൗകര്യപ്പെട്ടെങ്കിൽ അതിലേക്ക് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ വരാം. എന്നെ കേട്ട ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവമായിട്ട് നന്ദി. നിസ്തംഭകമാരൻ ഈശ്വരൻ സ്ത്രീയായിരിക്കട്ടെ.